ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ബ്ലാസ്റ്റർ. നമ്മളൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഒരു വ്ലോഗ് വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെന്നൈ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്റർനാഷണൽ ബ്രേക്ക് രണ്ടാഴ്ചത്തെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മൾ ഇന്നൊരു മത്സരത്തിന് പോവുകയാണ്. ഒരു ബ്രേക്കിന് ശേഷം വരുമ്പോൾ നമ്മൾ ഓൾറെഡി 3 മത്സരങ്ങളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ എല്ലാ പ്ലെയേഴ്സും പരിക്കൊക്കെ മാറി, അതുപോലെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ടീമിനൊരു പുതിയ ഒരു ഊർജം, പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടി ഇന്നൊരു മാച്ച് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രതീക്ഷയിലാണ്. കറന്റ്ലി നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. നമുക്കിന്നാൽ അവരേക്ക് നമുക്ക് ഇന്നത്തെ മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇന്നത്തെ മത്സരത്തെ കുറിച്ച് നമ്മള് കുറച്ച് ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന ഒരു മാച്ചാണ്. അത് ഹോം മാച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത് നല്ലൊരു ഫോമിൽ കളിക്കുന്ന ചെന്നൈ ആയിട്ടാണ് നമ്മുടെ മാച്ച് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്കുള്ളത് ഗോവ, പിന്നെ ബാംഗ്ലൂര്, പിന്നെ മാച്ച് ഒക്കെ വരുന്നുണ്ട്. നമ്മള് ഇത് ജയിക്കണം. നമ്മൾ തിരിച്ചു വരേണ്ട ഒരു മാച്ച് കൂടിയാണ്. നമ്മൾ ഇത് ജയിച്ചേ പറ്റും. ജയല്ലാതെ വേറൊന്നും നമുക്ക് പറയാൻ പ്രതീക്ഷിക്കുന്നില്ല. ജയത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത് വേണ്ട നമുക്ക്. ഈ മാച്ചും കൂടെ നമുക്ക് തിരിച്ചു വരവ് നമുക്ക് കാണിക്കണം. നമ്മള് ഒരു 10ാം സ്ഥാനം വരുന്ന ടീമായിട്ട് തോന്നുന്നില്ല. നമ്മളായാലും നല്ലൊരു പൊസിഷനിലോട്ട് നമ്മൾ എത്തും. നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ടോപ്പ് 4 നമ്മൾ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഗായ്സ്, നമ്മളങ്ങനെ ഇവിടെ കലൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി കണ്ടു നോക്കാം. ഇന്ന് മത്സരം കാണാൻ വന്ന ചെന്നൈ FC ഫാൻസിനെ കാണാം. നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സീസണിൽ 5ാമത്തെ ഹോം മാച്ചാണ് ചെന്നൈ FCക്കെതിരെ. അപ്പോൾ രാവിലെ വന്ന ടൈമിൽ അധികം ആളുകളൊന്നും ഉണ്ടാകുന്നില്ല. അത്യാവശ്യം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്രൗഡാണ്. പറയുന്നൊന്നും കേൾക്കാണ്ടോന്ന് അറിയില്ല. കുറച്ച് ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നുള്ളൂ. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. എല്ലാരും 2-1 ആണ്. വിഷമിച്ചിരിക്കും രോഹില് ആലോചിക്കുകയാണ് ഏത് തന്ത്രം വേണേണെന്ന്.
ജയിച്ചിരിക്കുന്നത്. ഒരു വിത്ത് ക്ലീൻ ഷീറ്റ്, ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് തന്നെയാണ്. കേസ് പറയൂ പറയൂ കേസ്. നമ്മൾ ജയിച്ചു. ഇത് പറഞ്ഞ ആ ഒരു പ്രഡിക്ഷനിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. അതെ 3-0. ഇത് എന്റെ വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-0. അതെ, ആനന്ദ കണ്ണീര് ഇതുപോലെയായിട്ട് ജയിച്ചു. അതുകൊണ്ട് മന്തി വിത്ത് സ്റ്റാർട്ടർ അല്ല പിന്നെ അൽഫാം മന്തി. ഇന്ന് നമുക്ക് ഡയറ്റ് ഒന്നുമില്ലല്ലോ. ഒഴിവാക്കി പിന്നെയും കുറയ്ക്കാം. നമ്മുടെ ടീം ജയിച്ചിരിക്കുകയാണ്. അതും 1-2 ഗോളാണ്. 3-0 അത് രാഹുലിന്റെ ഗോൾ. വിഷ്ണു എന്താ മനസ്സിലറിഞ്ഞിരിക്കണം, ഒന്നും പറയട്ടെ. ഒന്നും പറയാം.